എല്ലാ പടനീക്കങ്ങളും ഒരു ഭാഗത്ത് നടത്തുമ്പോൾ പോലും എന്താണ് ഇറാനെ ആക്രമിക്കാൻ അമേരിക്ക ഇത്ര താമസമെടുക്കുന്നത് എന്ന ചോദ്യം എല്ലാവരിലുമുണ്ട്. സർവ്വസന്നാഹങ്ങളുമായാണ് അമേരിക്കയുടെ വരവ്. ഒരു പക്ഷേ അമേരിക്കയുടെ ആവനാഴിയിലെ ഒരുവിധപ്പെട്ട എല്ലാ അസ്ത്രങ്ങളും പശ്ചിമേഷ്യയിലെയും മറ്റും അമേരിക്കൻ സൈനിക താവളങ്ങളിൽ അമേരിക്ക എത്തിച്ച് കാത്തു നിൽക്കുകയാണ്. ഓരോ ദിവസവും ട്രംപ് ദിവസം നീട്ടിക്കൊണ്ടിരിക്കുകയാണ്. കരാർ പാലിക്കാൻ ഇറാന് ഏറ്റവും ഒടുവിൽ 15 ദിവസം കൂടി സമയം തരും, അതിനകം കരാർ പാലിച്ചില്ലെങ്കിൽ ആക്രമണം എന്നാണ് അവസാനം ട്രംപ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. എന്താണ് അമേരിക്കയുടെ യഥാർത്ഥത്തിലുള്ള പ്രശ്നം? കുറച്ച് കാരണങ്ങളുണ്ട്. അതിലൊന്ന്, ഇറാന്റെ കൂടെ പ്രത്യക്ഷമായി ചൈനയും റഷ്യയും രംഗത്തിറങ്ങി എന്നതാണ്. റഷ്യയുടെ പ്രധാന സഖ്യകക്ഷിയായിരുന്നിട്ട് കൂടി ഉക്രൈൻ യുദ്ധത്തിൽ ചൈന ഇടപെട്ടിരുന്നില്ല. ഇസ്രയേൽ ഇറാൻ ആക്രമിച്ചപ്പോഴും ചൈനയുടെ ഇടപെടൽ പ്രത്യക്ഷമായി ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇറാനെതിരെയുള്ള ഈ പടനീക്കത്തിന് അമേരിക്ക മുതിർന്നപ്പോൾ ഇറാൻ തീരത്ത് സംയുക്ത സൈനികാഭ്യാസത്തിലാണ് റഷ്യയും ചൈനയും എന്നോർക്കണം. അതും നാവിക പരിശീലനം. ലോകത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ നാവികപ്പടയാണ് ഇറാൻ്റേത്. അതിലേക്കാണ് തിന്മയുടെ അച്ചുതണ്ടുകൾ എന്ന് അമേരിക്ക തന്നെ വിശേഷിപ്പിച്ച ചൈനയും റഷ്യയും ഇറാനും ഒന്നിച്ച് വരുന്നത്. ഒന്നുകിൽ മേഖലയിൽ നിന്നും റഷ്യയും ചൈനയും പിന്മാറണം, അതുവരെ അമേരിക്ക കാത്തിരിക്കേണ്ടി വരും. രണ്ടാമത്തെ കാരണം, ഹോർമുസ് കടലിടുക്ക് അടയ്ക്കും എന്ന ഇറാന്റെ പ്രഖ്യാപനമാണ്. ലോകത്തെ മൊത്തം എണ്ണ വ്യാപാരത്തിന്റെ 20% ചരക്ക് നീക്കങ്ങളും നടക്കുന്നത് ഇറാൻ നിയന്ത്രണത്തിലുള്ള ഹോർമുസ് കടലിടുക്ക് വഴിയാണ്. ഇത് ഇറാൻ അടച്ചുപൂട്ടിയാൽ ഗൾഫ് രാജ്യങ്ങളുടെയും ഏഷ്യൻ രാജ്യങ്ങളുടെയും ചരക്ക് നീക്കങ്ങൾക്ക് സാരമായ പ്രയാസങ്ങൾ സൃഷ്ടിക്കുമെന്ന് മാത്രമല്ല, ഇത് ലോക കപ്പൽ ഗതാഗത മേഖലയെ തന്നെ ഗുരുതരമായി ബാധിക്കുകയും സാമ്പത്തിക മേഖലയ്ക്ക് അത് തിരിച്ചടിയാവുകയും ചെയ്യും. ഈ പ്രശ്നത്തിന്മേലുള്ള അന്താരാഷ്ട്ര സമ്മർദ്ദമാണ് ഒരു ഭാഗത്ത്. മറ്റൊരു പ്രധാന കാരണം, നിലവിൽ അമേരിക്കയുടെ സഖ്യരാജ്യങ്ങളായ അറബ് രാജ്യങ്ങൾ അവരുടെ വ്യോമാതിർത്തികളോ അവരുടെ രാജ്യത്തുള്ള അമേരിക്കൻ സൈനിക ക്യാമ്പുകളോ ഇറാനെ ആക്രമിക്കാൻ വിട്ടു നൽകില്ല എന്ന നിലപാടെടുക്കുകയും ആക്രമണത്തിനോട് യോജിക്കാതിരിക്കുകയും ചെയ്യുന്നു എന്ന കാരണം കൊണ്ടാണ് US സെന്റ്കോം പ്രവർത്തനങ്ങളുടെ നിയന്ത്രണങ്ങൾ ഖത്തറിലെ അൽ ഉദൈദ് വ്യോമത്താവളങ്ങളിൽ നിന്നാണ് നടക്കുന്നത്. എന്നാൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു റിപ്പോർട്ടുകൾ പ്രകാരം ഖത്തറിലെ ഈ വ്യോമത്താവളത്തിൽ നിന്നും അമേരിക്കൻ സൈനികർ അവരുടെ സൈനികരെ ഇവാക്യുവേറ്റ് ചെയ്ത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ്. അതിന് കാരണം, ഇറാന്റെ പ്രത്യാക്രമണം ഉണ്ടാവുകയാണെങ്കിൽ അത് അമേരിക്കയുടെ സൈനിക താവളങ്ങൾക്ക് നേരെയായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ബഹ്റൈൻ, ഖത്തർ, സൗദി തുടങ്ങിയ അറബ് രാജ്യങ്ങളിലേക്കും മറ്റു ചില അറബ് രാജ്യങ്ങളിലേക്കും താവളങ്ങൾ ഉപയോഗിക്കുന്നതിനോട് ആ രാജ്യങ്ങൾ താല്പര്യം പ്രകടിപ്പിച്ചിട്ടില്ല. അത് പ്രകടിപ്പിക്കാത്തതിന് കാരണം, തിരിച്ച് ഇറാന്റെ ഒരു ആക്രമണം ഉണ്ടാവുകയാണെങ്കിൽ അത് അമേരിക്കയിലെ സൈനിക താവളങ്ങളിൽ നിൽക്കുന്നില്ല എന്ന് മാത്രമല്ല, അത് രാജ്യങ്ങളെ സാരമായി ബാധിക്കുമെന്നതുകൊണ്ട് അറബ് രാഷ്ട്രങ്ങൾ കൂടി ഈ യുദ്ധത്തിലേക്ക് വലിച്ചിഴക്കപ്പെടും എന്ന് അറബ് രാഷ്ട്രങ്ങൾക്ക് ഉള്ളിൽ ഭയമുള്ളത് കൊണ്ടാണ്. മാത്രവുമല്ല, ഈ രാജ്യങ്ങളിലെ താവളങ്ങൾ ലക്ഷ്യമാക്കിയാൽ അത് അറബ് രാജ്യങ്ങളെ കൂടി സാരമായി ബാധിക്കും. അതുകൊണ്ട് തന്നെ അത്തരം രാജ്യങ്ങളുടെ വിയോജിപ്പും അമേരിക്കക്ക് മേൽ സമ്മർദ്ദം ഉണ്ടാക്കുന്നു എന്നതാണ്. പകരം ജോർദാനിലാണ് ഇപ്പോൾ അമേരിക്കയുടെ ഏറ്റവും വലിയ സൈനിക പട എത്തിച്ചേർന്നിരിക്കുന്നത്. മറ്റൊന്ന് അന്താരാഷ്ട്ര സമ്മർദ്ദമാണ്. ഇറാന്റെ തന്നെ പ്രസ്താവന ഇങ്ങനെയാണ്: ഞങ്ങൾ ആദ്യം ആക്രമണം തുടങ്ങി വെക്കില്ല. ഇങ്ങോട്ട് അമേരിക്കയാണ് ആദ്യം ആക്രമിക്കുന്നതെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദി അമേരിക്ക മാത്രമായിരിക്കും എന്നാണ് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള ഖാംനെയി രാജ്യത്തെ അഭിസംബോധന ചെയ്ത് പറഞ്ഞതും ഐക്യരാഷ്ട്രസഭയെ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാച്ചി ഔദ്യോഗികമായി അറിയിച്ചതും. പതിവ് പോലെ, അഥവാ ഇറാഖ് യുദ്ധം, അഫ്ഗാൻ യുദ്ധം തുടങ്ങിയ ഇടങ്ങളിലേതുപോലെ ജർമ്മനി, ബ്രിട്ടൻ, ഫ്രാൻസ് തുടങ്ങിയ മുൻനിര യൂറോപ്യൻ പാശ്ചാത്യൻ രാജ്യങ്ങളൊന്നും തന്നെ ഈ സൈനിക നീക്കത്തിൽ പ്രത്യക്ഷമായി അമേരിക്കക്കൊപ്പം ഇല്ല എന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു കാരണം, ഇറാൻ തിരിച്ചടിക്കുമെന്ന് പറയുമ്പോഴും അവരുടെ കയ്യിലെ ആയുധങ്ങൾ എന്തൊക്കെയാണ് എന്ന് കൃത്യമായ ഒരു വിവരവും അമേരിക്കയുടെ കയ്യിലില്ല എന്നതാണ്. ലോകത്തിലെ ഏറ്റവും വലിയ പടക്കപ്പലായ എബ്രഹാം ലിങ്കൺ കടലിൽ മുങ്ങുന്നത് സങ്കല്പിച്ചു നോക്കൂ എന്നാണ് ഖാംനെയി ആത്മവിശ്വാസത്തോടെ പറഞ്ഞിരിക്കുന്നത്. ഈ ഖാംനെയുടെ ആത്മവിശ്വാസത്തെ അമേരിക്ക സസൂക്ഷ്മം വിലയിരുത്തുകയാണ്. യുദ്ധക്കപ്പലുകൾ തകർക്കാൻ പറ്റിയ ആന്റിഷിപ്സ് മിസൈലുകളും റഡാറുകളുടെ കണ്ണിൽപ്പെടാത്ത അത്യാധുനിക മുങ്ങിക്കപ്പലുകളും തങ്ങളുടെ കയ്യിലുണ്ട് എന്ന് ഇറാൻ പറയുന്നതും അമേരിക്കയെ വലയ്ക്കുന്നുണ്ട്. അതിനെല്ലാം അപ്പുറം എന്തെല്ലാം ആയുധങ്ങളാണ് ഇറാന്റെ അന്തപുരത്തുള്ളത് എന്നതിനെ കുറിച്ചുള്ള വ്യക്തതക്കുറവും അമേരിക്കക്കുണ്ട് എന്നതാണ് ഒരു കാരണം.
മറ്റൊരു കാരണം, പട നയിച്ചു വന്ന അമേരിക്കയുടെ നീക്കങ്ങൾ ചൈനീസ് ഉപഗ്രഹങ്ങൾ ഇറാന് ചോർത്തി നൽകി എന്നതാണ്. ചൈനയുടെ ഇത്ര വലിയ സഹകരണത്തെ അമേരിക്ക പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. മറ്റൊന്ന്, പ്രോക്സി ഗ്രൂപ്പുകൾ എങ്ങനെ പ്രവർത്തിക്കും എന്നതാണ്. യമനിലെ ഹൂത്തികൾ കടൽ വഴിയുള്ള ആക്രമണങ്ങളിൽ പേരുകെട്ടവരും അതിൽ കഴിവ് തെളിയിച്ചവരുമാണ്. ലബനാനിലെ ഹിസ്ബുള്ള, ഹൂത്തികൾ, മറ്റു പ്രോക്സി ഗ്രൂപ്പുകൾ, ഇറാഖിലെയും സിറിയയിലെയും ഗ്രൂപ്പുകൾ എന്നിവ എങ്ങനെ പ്രവർത്തിക്കും എന്നതും ആശങ്ക തീർക്കുന്ന ഒന്നാണ്. ഇറാനെ അമേരിക്ക ഒരു ഭാഗത്ത് ആക്രമിക്കുമ്പോൾ മറുഭാഗത്ത് ഈ ഗ്രൂപ്പുകൾ ഇസ്രയേലിനെ ആക്രമിച്ചേക്കാം. ഇറാനും ഇസ്രയേലിനെ ലക്ഷ്യം വെച്ചേക്കാം. ഇങ്ങനെ വന്നാൽ പശ്ചിമേഷ്യ വീണ്ടും കലുഷിതമാകും. ഈ സാഹചര്യത്തെയും അമേരിക്ക ഭയക്കുന്നുണ്ട്. മറ്റൊരു പ്രധാന കാരണം, അറബ് രാഷ്ട്രങ്ങളിലെ തങ്ങളുടെ സൈനിക താവളങ്ങൾ മാറ്റിയത് അമേരിക്കയുടെ തന്ത്രമായും വിലയിരുത്തുന്നുണ്ട്. അറബ് രാഷ്ട്രങ്ങളെ ഇറാൻ ആക്രമിക്കാതിരിക്കണം എന്നതാണ് ഇതിൻ്റെ ഒരു കാരണമെങ്കിൽ, രണ്ടാമത്തേത് ഇറാന്റെ കയ്യിൽ ദീർഘദൂര മിസൈലുകൾ കുറവായിരിക്കാം എന്ന നിഗമനമാണ്. അതുകൊണ്ടാണ് ജോർദാനിലേക്ക് അമേരിക്ക താവളം മാറ്റുന്നത്. ഇറാനിൽ നിന്ന് ദീർഘദൂര മിസൈലുകൾ ഉപയോഗിച്ച് വേണം ജോർദാനിലെ അമേരിക്കയുടെ സൈനിക താവളങ്ങളെ ഇറാൻ ആക്രമിക്കാൻ. അങ്ങനെ വന്നാൽ ഇറാന്റെ കയ്യിലുള്ള ഈ ദീർഘദൂര മിസൈലുകളുടെ എണ്ണം കുറയ്ക്കുകയും കുറേ വർഷത്തേക്കുള്ള യുദ്ധക്കരുതലുമായി എത്തിയ അമേരിക്ക പിന്നീട് ഇക്കാലയളവിനുള്ളിൽ ഇറാന്റെ യുദ്ധ സ്റ്റോക്കുകൾ തീർത്ത ശേഷം ഗണ്യമായ ശേഷിയിൽ ആക്രമണം വർദ്ധിപ്പിച്ച് ശക്തമായ ഒരു ആക്രമണത്തിലൂടെ ഇറാൻ പിടിച്ചെടുക്കുക എന്ന തന്ത്രവുമായിരിക്കാം അമേരിക്ക പ്രയോഗിക്കുന്നത്. ഏതായിരുന്നാലും രണ്ട് രാജ്യങ്ങളും അതീവ ജാഗ്രതയിലാണ്. അതോടൊപ്പം തന്നെ തങ്ങളുടെ പടക്കോപ്പുകളെല്ലാം ഇരു രാജ്യങ്ങളും സജ്ജീകരിച്ചു കൊണ്ടിരിക്കുകയുമാണ്.